സഹോദരങ്ങളെ, ഈ ദുനിയാവിൽ നിന്ന് നമ്മളൊന്ന് പോയാൽ, നമ്മുടെ കണ്ണൊന്നടഞ്ഞാൽ, ആരുടെ മണ്ണിലേക്ക് നമ്മിൽ ഒന്ന് വെച്ചു കഴിഞ്ഞാൽ, സഹോദരങ്ങളെ, ആ സമയത്ത് ശിക്ഷകൾ ഇങ്ങനെ കാണുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകനിലൂടെ വാഗ്ദാനം ചെയ്യപ്പെട്ട താക്കീത് നൽകിയ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങളെ ഒന്നുകൂടി ഈ ദുനിയാവിലേക്കൊന്ന് കൊണ്ടുവാ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല വ്യത്യസ്തങ്ങളായ സൂറത്തുകളിലൂടെ, ആയത്തുകളിലൂടെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം അത് നമ്മളെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, പലപ്പോഴും ദുനിയാവിൻ്റെ വിഭവങ്ങൾ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ അത് മാത്രമാണ് ജീവിതമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മിൽ പലരും അതിനുവേണ്ടി ജീവിതത്തെ തുലച്ചു കളയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ കൃത്യമായി, സൂക്ഷ്മമായി നമ്മുടെ ജീവിതത്തെ പരിശുദ്ധ ഖുർആനിലൂടെ വിലയിരുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്ത് യൂനുസിലൂടെ ഉപമ പറയുകയാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ച്. ഇന്നമാ മസലുൽ ഹയാത്തിദ് ദുനിയ, ഐഹിക ജീവിതം എന്ന് പറയുന്നത് കമാ ഇൻ അൻസൽനാഉ മിനസ് സമാ, ആകാശത്ത് നിന്ന് പിഴുതിറങ്ങിയ വെള്ളത്തെ പോലെയാകുന്നു. ആ വെള്ളം പെയ്തിറങ്ങി ഫഖ്തലത ബിഹി നബാതുൽ അർദ്, ഭൂമിയിൽ ഇടതൂർന്നു നിൽക്കുന്ന സസ്യലതാദികൾ വളരുകയാണ്. അതിൽ നിന്ന് കാലികളും മനുഷ്യരും അതിൽ നിന്ന് ഭക്ഷിക്കുന്ന നിലക്കുള്ള ചെടികൾ അതിൽ നിന്ന് സമൃദ്ധിയായി വളർന്നു വരുന്നു. എന്നിട്ട് ഭൂമി അതിൻ്റെ ഹത്താ ഇദാ അഖദത്തിൽ അർദു സുഖ്റുഫഹാ വസയ്യനത്, ഭൂമി അതിൻ്റെ മോടി വെളിവാക്കുകയും സ്വീകരിക്കുകയും ഭൂമി അലങ്കൃതമാവുകയും ചെയ്യുന്ന സമയത്ത് വദന്ന അഹ്ലുഹാ അന്നഹും ഖാദിറൂന അലൈഹാ, ആ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർ വിചാരിക്കുകയാണ് ഇതെല്ലാം ഉപയോഗപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് അവർ വിചാരിക്കുന്ന സമയത്ത് അതാഹാ അംറുനാ ലൈലം വനഹാറ, രാത്രിയിലോ പകലിലോ നമ്മുടെ ശിക്ഷ അവരിലേക്ക് കടന്നു വരുന്നു, കൽപ്പന കടന്നു വരുന്നു. ഫജഅൽനാഹാ ഹസീദ, അതിനെ, ആ ഫലങ്ങളെ, അതിലെ വിളയകളെ കൊയ്തെടുത്തതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല മാറ്റി തീർക്കുമെന്നാണ്. തലേ ദിവസം അവിടെ ഇല്ലാത്ത നിലക്ക് അതിനെ മാറ്റി തീർക്കുമെന്നാണ്. ഇതാണ് ദുനിയാവിലെ വിനോദങ്ങൾ, ദുനിയാവിലെ വിഭവങ്ങൾ ഇതുപോലെയാണ്. നമ്മളത് കാണുമ്പോൾ അതിൽ ഭ്രമിച്ചുകൊണ്ട് അതിലേക്ക് നമ്മൾ നടന്നു നീങ്ങുന്നു. എന്നാൽ അത് ക്ഷണികമാണ്. ദുനിയാവിലെ വിനോദങ്ങൾ കാണുമ്പോൾ നമ്മൾ അതിൽ ഭ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്തങ്ങളായ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യന്റെ ജീവിതത്തെ വരച്ചു കാണിക്കുകയാണ്. വളരെ കൃത്യമായിട്ടുള്ള നിരീക്ഷണമാണ്. ഞാനും നിങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ദുനിയാവിലെ ആ കളിതമാശകളൊക്കെ കാണുമ്പോൾ ഇത് മാത്രമാണ് ജീവിതമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്ത് ആലി ഇംറാനിലൂടെ പറഞ്ഞത് സുയ്യിന ലിന്നാസി ഹുബ്ബുശ് ശഹവാത്ത്, മനുഷ്യന് ഇഷ്ടപ്പെട്ട വസ്തുക്കളോടുള്ള സ്നേഹം അവന് അലങ്കാരമായി തോന്നിക്കപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് അവരുടെ ഭാര്യമാർ, അവരുടെ പുത്രന്മാർ, സന്താനങ്ങൾ, കൂമ്പാരമായി കൂട്ടിയ സ്വർണങ്ങൾ, വെള്ളികൾ, അതുപോലെ തന്നെ മുന്തിയ മേൽത്തരം കുതിരകൾ, അവരുടെ വാഹനങ്ങൾ, അതുപോലെ തന്നെ നാൽക്കാലികൾ, അവരുടെ കൃഷിയിടങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ അവർക്കതിനോട് സ്നേഹവും അത് മുഖേന അവർക്ക് അലങ്കാരമായി കൊണ്ട് തോന്നിക്കൊണ്ടിരിക്കുകയാണ്. ദാലിക മതാഉൽ ഹയാത്തിദ് ദുനിയ, ഇതൊക്കെയാകുന്നു ദുനിയാവിലെ വിഭവങ്ങൾ എന്ന് പറയുന്നത്. വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്, എന്നാൽ അല്ലാഹുവിൻ്റെ അടുക്കലാണ് ഏറ്റവും നല്ല മടക്കമെന്ന് അല്ലാഹു പറയുകയാണ്. ഖുൽ, അതുകൊണ്ട് പറയുക പ്രവാചക, ഉനബ്ബിഉകും ബിഖൈരിൻ മിൻ ദാലികും, ഇതിനേക്കാൾ ഉത്തമമായതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? ലില്ലദീന തഖൗ ഇൻദ റബ്ബിഹിം, സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് അവരുടെ റബ്ബിന്റെ അടുക്കൽ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്നതാകുന്നു അത്. ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ, താഴ്ഭാഗത്തോടുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗമാണ് അവർക്കുള്ളത്, അവർ അതിൽ നിത്യവാസികളായിരിക്കും. വഅസ്വാജും മുതഹറ, പരിശുദ്ധരാക്കപ്പെട്ട ഇണകൾ അവർക്കുണ്ടാകും. വരിദ്വാനും മിനല്ലാഹ്, ഇതാകുന്നു അല്ലാഹുവിൻ്റെ പക്കൽ നിന്നുള്ള തൃപ്തി എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ദുനിയാവിലെ വിഭവങ്ങൾ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട കാര്യങ്ങളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പറഞ്ഞു തരികയാണ്. പലപ്പോഴും ദുനിയാവ് മാത്രമാണ് ജീവിതമെന്ന് വിചാരിച്ചുകൊണ്ട് ജീവിതത്തെ തുലച്ചു കളയുന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദുനിയാവിന് വേണ്ടി മാത്രമാണ് അവർ ജീവിക്കുന്നത്. മഹാനായിട്ടുള്ള അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഇർതഹലത്തിദ് ദുനിയാ മുദ്ബിറ, ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന അഥറാണ്. മഹാനായിട്ടുള്ള സ്വഹാബി അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ദുനിയാവ് നമ്മിൽ നിന്ന് ഇങ്ങനെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വർതഹലത്തിൽ ആഖിറ മുഖ്ബില, ആഖിറത്ത് നമ്മിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്.
എന്നിട്ട് സ്വഹാബി പറയുകയാണ്, വലികുല്ലി വാഹിദത്തിൻ മിൻഹുമാ ബനൂൻ, ഈ ദുനിയാവിനും ആഖിറത്തിനും ചില മക്കളുണ്ട്. ഫകൂനൂ മിൻ അബ്നാഇൽ ആഖിറ, എന്നാൽ നിങ്ങളാകേണ്ടത് ആഖിറത്തിന്റെ മക്കളാകണം. ദുനിയാവിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ആയുസ് നാളെ പരലോകത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ആഖിറത്തിന്റെ മക്കളായി നിങ്ങൾ മാറണം. വലാ തകൂനു മിൻ അബ്നാഇദ് ദുനിയാ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ ആയുസ്സിനെ ദുനിയാവിൽ തന്നെ തുലച്ചു കളയുന്ന ദുനിയാവിന്റെ മക്കളായി നിങ്ങൾ മാറാൻ പാടില്ല. കാരണം ഫഇന്നൽ യൗമ അമലുൻ വലാ ഹിസാബ്, ഇന്ന് അമല് ചെയ്യാനുള്ള പ്രവർത്തനത്തിനുള്ള അവസരമാണ് ദുനിയാവിലുള്ളത്, ഇവിടെ വിചാരണയില്ല. എന്നാൽ നാളെ പരലോകത്തേക്ക് കടന്നു വന്നാൽ വഗദൻ ഹിസാബുൻ വലാ അമൽ, അവിടെ വിചാരണ മാത്രമാണ്, അവിടെ പ്രവർത്തിക്കാൻ അവസരമില്ല. വീണ്ടും ഞങ്ങളെ ഒന്ന് ദുനിയാവിലേക്ക് കൊണ്ടുവാ എന്ന് പറഞ്ഞാൽ അതിനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് നൽകുകയില്ല എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ അറിയണം നമ്മുടെ ജീവിതത്തെക്കുറിച്ച്. ഈ ജീവിതം കഴിഞ്ഞു പോയ നാളുകളിൽ എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയതെന്ന് നമ്മൾ വിചാരിക്കണം, നമ്മൾ ആലോചിക്കണം, നമ്മൾ കൃത്യമായി വിലയിരുത്തണം. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. ദുനിയാവിലുള്ള വിഭവങ്ങളാണ് പലപ്പോഴും നമുക്ക് പെരുമ നടിക്കുന്നത്. അത് പറഞ്ഞുകൊണ്ടാണ് പെരുമ നടിക്കുന്നത്. ആളുകളോട് പറയാൻ നല്ല ജോലി, നല്ല സമ്പാദ്യം, അതുപോലെ തന്നെ മക്കൾ, ദുനിയാവിലെ വിഭവങ്ങൾ, ഇതിൽ നമ്മൾ അഹങ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പറയുകയാണ്, യഅലമു, നിങ്ങൾ അറിയണം, നിങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കണം, അന്നമൽ ഹയാത്തുദ് ദുനിയ, ഈ ദുനിയാവെന്ന് പറയുന്നത് ലഅബും വലഹവും വസീനത്തും വതഫാഖുറും ബൈനക്കും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്. ദുനിയാവെന്ന് പറയുന്നത് കളിതമാശയാകുന്നു, വിനോദമാകുന്നു, അലങ്കാരമാകുന്നു. നിങ്ങൾ തമ്മിൽ പരസ്പരം ദുരഭിമാനം നടിക്കലാകുന്നു. നിങ്ങളുടെ സ്വത്തുക്കളിലും സന്താനങ്ങളിലും നിങ്ങൾ പെരുപ്പം കാണിക്കലാകുന്നു. ഈ ദുനിയാവിൽ രണ്ട് നിലക്കുള്ള ആളുകൾ ഉണ്ടാകാം. ഈ ദുനിയാവിലെ വിഭവങ്ങൾ കിട്ടുന്നത് അത് മാത്രമാണ് ജീവിതമെന്ന് വിചാരിച്ചുകൊണ്ട് അതിനുവേണ്ടി പണിയെടുത്ത ആളുകൾ, ദുനിയാവിൽ ജീവിതത്തെ തുലച്ചു കളഞ്ഞ ആളുകൾ. അല്ലാഹു പറയുകയാണ്, വഫിൽ ആഖിറതി അദാബുൻ ഷദീദ്, പരലോകത്ത് അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്. എന്നാൽ അവർക്ക് ലഭിക്കുന്ന ദുനിയാവ് അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും നേടിയെടുക്കുവാൻ അവർ പരിശ്രമിക്കുകയാണെങ്കിൽ വമഗ്ഫിറത്തും മിനല്ലാഹി വറിദ്വാൻ, അവർക്ക് അള്ളാഹുവിന്റെ പാപമോചനവും അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള തൃപ്തിയുമുണ്ട്. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ദുനിയാവെന്ന് പറയുന്നത് അത് വഞ്ചനയുടെ വിഭവം മാത്രമാണ്, അതല്ലാതെ മറ്റൊന്നുമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. സാബിഖൂ, അല്ലാഹു തുടർന്നുകൊണ്ട് പറയുകയാണ്, ദുനിയാവിന്റെ അവസ്ഥകൾ പറഞ്ഞ് ആ ദുനിയാവിൽ നേരായ വണ്ണം ജീവിതത്തെ ഉപയോഗപ്പെടുത്തിയ ആളുകൾക്ക് നാളെ പരലോകത്ത് അവർക്ക് മഗ്ഫിറത്തും അല്ലാഹുവിന്റെ തൃപ്തിയുമുണ്ട്, അതല്ലാത്ത ആളുകൾക്ക് നാളെ കഠിനമായ ശിക്ഷയാണ് എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, അതുകൊണ്ട് സാബിഖൂ, നിങ്ങൾ മുന്നേറുക, മുൻകടക്കുക, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള, രക്ഷിതാവിങ്കൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്ക്, പാപമോചനത്തിലേക്ക് നിങ്ങൾ നടന്നു നീങ്ങുക. വജന്നത്തിൻ അർളുഹാ കഅർളിസ് സമാഇ വൽ അർദ്, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ കുതിച്ചുകൊണ്ട് മുന്നേറുക. ഉഇദ്ദത്, അത് ഒരുക്കപ്പെട്ടിട്ടുള്ളത്, അത് സംവിധാനിക്കപ്പെട്ടിട്ടുള്ളത്, അത് ഒരുക്കി വെച്ചിട്ടുള്ളത് ലില്ലദീന ആമനു ബില്ലാഹി വറസുലിഹി, അള്ളാഹുവിലും ദൈവദൂതന്മാരിലും വിശ്വസിച്ച ആളുകൾക്കാകുന്നു. ദാലിക ഫളലുല്ലാഹ്, അള്ളാഹു പറയുകയാണ്, അത് അള്ളാഹുവിന്റെ അങ്ങേയറ്റത്തെ ഔദാര്യമാകുന്നു. സഹോദരങ്ങളെ, പരിശുദ്ധമായ സ്വർഗം ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോലും ഇടവില്ലാതെ നമ്മൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്താലും സ്വർഗം അതിന് പകരമല്ല. മറിച്ച് നമ്മൾ ചെയ്യുന്ന അമലുകൾക്ക് കാരണമായി അള്ളാഹുവിന്റെ മഹത്തായ ഔദാര്യവും റഹ്മത്തും കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് സ്വർഗം നൽകുന്നത്. അതുകൊണ്ടാണല്ലോ അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞത്, നിങ്ങളിൽ ഒരാൾ പോലും അവരുടെ കർമ്മങ്ങൾ കൊണ്ട് മാത്രം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയുമില്ല. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അങ്ങയും അങ്ങനെയാണോ? റസൂലുള്ള പറയുകയാണ്, കള്ളം പറയാത്ത പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനും അങ്ങനെയാണ്. അള്ളാഹുവിന്റെ അങ്ങേയറ്റത്തെ കാരുണ്യവും ഔദാര്യവും എന്നെ പൊതിഞ്ഞിട്ടല്ലാതെ എനിക്ക് പോലും ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല എന്ന് നാളെ സ്വർഗത്തിലേക്ക് ആദ്യമായി പ്രവേശിക്കാനിരിക്കുന്ന, സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ അലങ്കരിക്കാനിരിക്കുന്ന അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് കേവലമായ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ, എന്തെങ്കിലും ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും വലുതാണ്, അള്ളാഹുവിന്റെ അടുക്കൽ എനിക്ക് സ്ഥാനമുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് സഹോദരങ്ങളെ, ആ പിശാചിട്ട് തരുന്ന അമിതമായ ആത്മവിശ്വാസത്തിന്റെ മേൽ നമ്മൾ നടന്നു നീങ്ങാൻ പാടില്ല.
വളരെ ഗൗരവത്തോടുകൂടി ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ കഴിഞ്ഞുപോയ ദിനങ്ങൾ എത്രത്തോളം ഉപയോഗപ്പെടുത്തുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ചിന്ത ഏത് സമയത്തും നമുക്കുണ്ടാകണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി മഹാനായ സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ഖൽബു ശൈഖി ശാബുൻ അലാ ഹുബ്ബി ഇത്നതൈനി ഹുബ്ബുൽ ഐശി വൽ മാൽ. ഏതൊരു വൃദ്ധന്റെ ഹൃദയവും രണ്ടു കാര്യങ്ങളെ സ്നേഹിക്കുന്ന വിഷയത്തിൽ എപ്പോഴും യുവാവായിരിക്കും. അതിലൊന്ന് ധനത്തോടുള്ള അവൻ്റെ ഇഷ്ടമാകുന്നു, രണ്ടാമത്തേത് ഈ ദുനിയാവിൽ ജീവിക്കാനുള്ള അവൻ്റെ ഇഷ്ടമാകുന്നു. സഹോദരങ്ങളെ, നമ്മളെ നയിക്കുന്ന അതാണ്. സമ്പാദ്യത്തോടും ഈ ആയുസ് ധാരാളമായി ലഭിച്ച് ഈ ദുനിയാവ് ഉപയോഗിക്കാനുമുള്ള ഒരു പ്രേരണയാണ്, അത്തരത്തിലുള്ളൊരു ഇഷ്ടമാണ് നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ്, ആദം സന്തതിക്ക് ഒരു വാതി നിറയെ സ്വർണം കിട്ടിയാൽ അവൻ വീണ്ടും ആഗ്രഹിക്കുന്നത് രണ്ടാമൊരു വാദിയും അതുപോലെ ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി മറ്റൊരു ഹദീസിൽ കാണാം, വിശന്ന് വലഞ്ഞ രണ്ട് ചെന്നായക്കൾ അതിനൊരു ആട്ടിൻ്റെ അടുത്തേക്ക് അയക്കുമ്പോൾ അതിനെ നശിപ്പിച്ചു കളയും. അതിനേക്കാൾ വലിയ നാശമാണ് പ്രശസ്തിയുടെയും ധനത്തിൻ്റെയും പേരിൽ ഒരു മനുഷ്യന്റെ ദീനിനെ നശിപ്പിക്കുന്നത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, സഹോദരങ്ങളെ, ദുനിയാവിലെ ഇത് കിട്ടുവാൻ, ദുനിയാവിലെ സമ്പത്തും ദുനിയാവിലെ പദവിക്കും വേണ്ടി, ദുനിയാവിലെ അംഗീകാരത്തിനു വേണ്ടി നമ്മുടെ ദീനിനെ പലപ്പോഴും നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്ര നിസാരമാണ് ദുനിയാവെന്ന് പറയുന്നത്, നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, പരലോകത്തിൻ്റെയും ഇഹലോകവും തമ്മിലുള്ള അന്തരമെന്ന് പറയുന്നത് വിശാലമായ ഒരു സമുദ്രത്തിൽ ഒരുവൻ കൈയിടുകയാണ്. ആ കൈ പ്രവേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, ഫൽയൻദുർ ബിമ തർജി, അവൻ അതിൽ നിന്ന് കൈയെടുത്താൽ എത്രമാണോ അവൻ്റെ കയ്യിൽ പറ്റിപ്പിടിക്കുന്നത് അത് മാത്രമാണ് പരലോകത്തെ അപേക്ഷിച്ച് ദുനിയാവ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഒരിക്കൽ അങ്ങാടിയിലൂടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോവുകയാണ്. ആ സമയത്ത് ആളുകൾ കച്ചവടത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാഗത്ത് ചെവികൾ അറ്റുപോയ ഒരു ആട് കിടക്കുന്നതായി കാണുകയാണ്. ആ അങ്ങാടിയിലുള്ള കച്ചവടം ചെയ്യുന്ന ആളുകളോട് ചോദിക്കുകയാണ്, അയ്യുക്കും യുഹിബ്ബു അന്ന ഹാദാ ലഹു ബിദിർഹം, ഈ ചത്തുകിടക്കുന്ന ചെവികൾ അറ്റുപോയിട്ടുള്ള ന്യൂനതകളുള്ള ഈ ഒരു ആടിനെ, ഈ ചത്ത മൃഗത്തെ ഒരു ദിർഹമിന് നിങ്ങളിൽ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ആ സമയത്ത് അങ്ങാടിയിലുള്ള ആളുകൾ പറയുകയാണ്, ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, ഞങ്ങൾക്കതുകൊണ്ട് യാതൊരു ഉപകാരവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിക്കുകയാണ്, തുഹിബ്ബൂന അന്നഹു ലക്കും, ഇത് നിങ്ങളുടേതാകുവാൻ നിങ്ങൾ കൊതിക്കുന്നുണ്ടോ, ഇഷ്ടപ്പെടുന്നുണ്ടോ? വല്ലാഹി ലൗ കാന ഹയ്യൻ കാന ഐബൻ ഫീ, ഇനി അത് ജീവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിനെന്തുണ്ട്? ഐബുണ്ട്, ന്യൂനതയുണ്ട്, ചെവികൾ അറ്റുപോയതാണ്. ഫകൈഫ വഹുവ മയ്യിത്തുൻ, ന്യൂനതയുമുണ്ട്, അതുപോലെ തന്നെ അത് മയ്യിത്തുമാണ്, ചത്തതുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. അവരോട് അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ദുനിയാവ് എന്ന് പറയുന്നത് നിങ്ങൾ ഇതിനെ നിസാരമാക്കിയതിനേക്കാൾ ഏറ്റവും വലിയ നിസാരമായതാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അത്ര നിസാരമായ ദുനിയാവിന് വേണ്ടിയിട്ടാണ് നമ്മൾ നെട്ടോട്ടമോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കുക. നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആയുസ്സിലെ നിമിഷങ്ങളും നമ്മൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതുപോലെ, നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ് അസ്സിഹ്ഹതു വൽ ഫറാ, ജനങ്ങളിൽ അധിക പേരും നെട്ടത്തിലാക്കിയ വഞ്ചിതരായിട്ടുള്ള രണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആരോഗ്യവും ഒഴിവു സമയവുമാകുന്നു. നമ്മൾ ചിന്തിക്കുക, കഴിഞ്ഞുപോയ നമ്മുടെ ദിനരാത്രങ്ങൾ, നമ്മുടെ ആയുസ്സിലെ ദിനങ്ങൾ എന്തിനു വേണ്ടി നമ്മൾ ചിലവഴിച്ചു? നമ്മുടെ ആരോഗ്യം എന്തിനു വേണ്ടി നമ്മൾ ചിലവഴിച്ചു? ദുനിയാവിലെ ആസ്വാദനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? ആ ദുനിയാവിലെ വിഭവങ്ങൾ അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടിയെടുക്കുവാൻ വേണ്ടിയിട്ടാണോ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങളിലേക്ക് 5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പുള്ള 5 കാര്യങ്ങൾ നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. എത്ര തവണയാണ് നമ്മൾ കേട്ടത്? ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, ശബാബക ഖബ്ല ഹറമിക്, നിങ്ങളിലേക്ക് വാർദ്ധക്യം വരുന്നതിന് മുമ്പുള്ള നിങ്ങളുടെ യൗവനം നിങ്ങൾ പരമാവധി നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. നിങ്ങളുടെ മനസ്സിച്ഛിക്കുന്നതനുസരിച്ചുകൊണ്ട് നിങ്ങളുടെ കൈകാലുകൾ ചലിപ്പിക്കാൻ സാധിക്കുന്ന ജീവിതത്തിലെ ചടുലമായ ആ ജീവിതത്തിലെ ആ ആയുസ്സിലെ ആ യൗവനം നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക.
അതുപോലെ രോഗം വരുന്നതിന് മുമ്പുള്ള ആരോഗ്യത്തിന്റെ അവസ്ഥ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ജീവിതത്തിൽ ഒന്നുമില്ലായ്മയായിട്ടുള്ള ദാരിദ്ര്യം നിങ്ങളിലേക്ക് കടന്നു വരുന്നതിന് മുമ്പുള്ള ധന്യതയുടെ കാലഘട്ടം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ജീവിതത്തിൽ വിവിധങ്ങളായിട്ടുള്ള തിരക്കുകൾ കടന്നു വരുന്നതിന് മുമ്പുള്ള ഒഴിവു സമയം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. നിങ്ങളിലേക്ക് ആത്യന്തികമായി വരുന്ന മരണത്തിന് മുമ്പുള്ള ജീവിതം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളെയും കുറിച്ച് അല്ലാഹുവിൻ്റെ റസൂല് പറയുകയാണ്, ഇതൊക്കെ വരുന്നതിന് മുമ്പ് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. നാളെ പരലോകത്ത് ആദം സന്തതികളുടെ ഇരുപാദങ്ങൾ അവർ മുന്നോട്ട് വെക്കുകയില്ല 5 കാര്യങ്ങളിൽ മറുപടി പറയാതെ. എത്ര തവണ നമ്മൾ കേട്ടതാണ്. എന്നാൽ ജീവിതത്തിൻ്റെ കണക്കെടുക്കുമ്പോൾ, ജീവിതത്തിൽ പലതിൻ്റെയും ഭൗതികമായ കാര്യങ്ങളിൽ കണക്കെടുക്കുന്ന നമ്മൾ ജീവിതത്തിൻ്റെ യഥാർത്ഥമായ ജീവിതത്തിൻ്റെ കണക്കെടുക്കുമ്പോൾ ഈ 5 കാര്യങ്ങൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടോ? അൻ ഉംരിഹി ഫീമ അഫ്നാ വഅൻ ശബാബിഹി ഫീമ അബ്ലാ വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖഹു വമാദാ അമില ഫീമ അലിം. അവരുടെ ആയുസ്സിനെ കുറിച്ച് അവർ എങ്ങനെയാണ് വിനിയോഗിച്ചത് എന്ന് ചോദ്യം ചെയ്യും. അവരുടെ യൗവനം എങ്ങനെയാണത് ഉപയോഗപ്പെടുത്തിയതെന്ന് അവരോട് ചോദ്യം ചെയ്യപ്പെടും. അതുപോലെ തന്നെ അവരുടെ സമ്പാദ്യം എങ്ങനെയാണത് സമ്പാദിച്ചത്, അത് എങ്ങനെയാണ് വിനിയോഗിച്ചതെന്ന് അവരോട് ചോദ്യം ചെയ്യും. അതുപോലെ തന്നെ അവർ അറിഞ്ഞതനുസരിച്ചുകൊണ്ട് എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്ന് അവരോട് ചോദിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടുകൂടി നമ്മുടെ കഴിഞ്ഞുപോയ ദിനങ്ങളെ വിലയിരുത്തുവാനും സ്വയം വിചാരണ നടത്തുവാനും നമുക്ക് സാധിക്കണം. മഹാനായിട്ടുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. നാളെ പരലോകത്ത് നിങ്ങളെ വിചാരണക്കെടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇഹലോകത്ത് എന്ത് ചെയ്യുക? സ്വയം വിചാരണ ചെയ്യുക. വസിനു അൻഫുസകും ഖബ്ല അൻ തുസനു. നാളെ നിങ്ങളുടെ കർമ്മങ്ങൾ തൂക്കി നോക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഈ ദുനിയാവിൽ നിങ്ങളുടെ കർമ്മങ്ങൾ തൂക്കി നോക്കുക എന്ന് മഹാനായ സ്വഹാബി ഉമർ റളിയല്ലാഹു അൻഹു നമ്മളോട് പറയുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നാളെ പരലോകമെന്ന് പറയുന്നത് വളരെ ഭയാനകരമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഒരു പരിഭാഷകന്റെയും അകമ്പടിയില്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യനോടും ചോദിക്കുമെന്നാണ്. ആ സമയത്ത് അവൻ അവൻ്റെ വലതുഭാഗത്ത് നോക്കും, ഇടതുഭാഗത്തേക്ക് നോക്കും. അവൻ എന്താണോ ചെയ്തു വെച്ചത് ദുനിയാവിൽ, അത് മാത്രമാണ് അവന് കാണാൻ സാധിക്കുക. അതുപോലെ അവൻ്റെ മുമ്പിലേക്ക് നോക്കും, നരകമാണ് അവന് കാണാൻ സാധിക്കുക എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ്. എന്നിട്ട് പറയുന്നു, ഫത്തഖുന്നാർ വലൗ ബിശിഖ്ഖി തംറ. അതുകൊണ്ട് ഒരു കാരക്കച്ചീളെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്തുകൊണ്ട് വിനിയോഗിച്ചുകൊണ്ട് നിങ്ങൾ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഉണർത്തുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു, എല്ലയോ സത്യവിശ്വാസികൾ, അത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് വേണ്ടി ഓരോ മനുഷ്യനും എന്ത് മുന്നൊരുക്കമാണ് ചെയ്തിട്ടുള്ളത് എന്ന് അവൻ നോക്കിക്കൊള്ളട്ടെ. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് സൂക്ഷ്മമായി അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. വലാ തകൂനു കല്ലദീന നസുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ മറന്നു കളഞ്ഞ ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങൾ പെട്ടുപോകാൻ പാടില്ല. അങ്ങനെയാകുമ്പോൾ ഫഅൻസാഉം അൻഫുസഹും, പിന്നീട് അങ്ങോട്ട് അവരുടെ രക്ഷാമാർഗങ്ങളെക്കുറിച്ച് പോലും അവർക്ക് ചിന്തിക്കാൻ പറ്റാത്ത നിലക്ക് അവർ മറവിയിലായി പോകുന്നു. ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവരാകുന്നു അള്ളാഹു നൽകിയ ആയുസ്സിനെ ശരിയായ നിലക്ക് ഉപയോഗപ്പെടുത്താത്ത തോന്നിവാസികളായിട്ടുള്ള ആളുകൾ. ലാ യസ്തവി അസ്ഹാബുൻ നാരി വഅസ്ഹാബുൽ ജന്ന. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ആളുകൾ ഒരിക്കൽ പോലും സമമാവുകയില്ല. അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ, സ്വർഗത്തിൻ്റെ ആളുകളാകുന്നു, അവരാകുന്നു വിജയികളെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ കഴിഞ്ഞുപോയ ദിനങ്ങളെക്കുറിച്ച് വിലയിരുത്തിക്കൊണ്ട് ഇനി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടിയെടുക്കുവാൻ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഫസ്തബിഖൂ അൽ ഖൈറാത്ത്, ഉത്തമമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ മുന്നോട്ട് വരിക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആജ്ഞാപിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണർത്തിയ ആയത്തുകൾ, അതുപോലെയുള്ള ആയത്തുകൾ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വചനങ്ങൾ, ഇതിലൊക്കെ വളരെ കൃത്യമായി നമ്മുടെ ജീവിതത്തിൻ്റെ നിസാരതയും ആ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ആയുസ് നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ തൃപ്തിയും പൊരുത്തവും നേടിയെടുത്ത് സ്വർഗം നേടിയെടുക്കുവാൻ, പരലോകത്ത് രക്ഷപ്പെടുവാൻ വേണ്ടി നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് പറയുമ്പോൾ അതൊന്നും ഉപയോഗപ്പെടുത്താതെ, അതൊന്നും മനസ്സിലാക്കാതെ, അതൊക്കെ പുറകോട്ട് കളഞ്ഞുകൊണ്ട് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിച്ചു, അയ്യുൽ മുഅ്മിനീന അഫ്ളൽ, സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി ആരാണ്?
അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു അഹ്സനുഹും ഖുലുഖ, ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ആൾ. വീണ്ടും ചോദിക്കുകയാണ് ഫഅയ്യുൽ മുഅ്മിനീന അഖിയസ്, സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിയുള്ള ആളാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് ചോദ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുകയാണ് അക്സറുഹും ലിൽ മൗതി ദിക്റാ, സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിയുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ അവൻ ധാരാളമായി അവരെന്ത് ചെയ്യും? അവരുടെ മരണത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കും. വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ, ആ മരണത്തെ ഓർക്കുക മാത്രമല്ല ആ മരണത്തിന് ശേഷമുള്ള ജീവിതം നല്ലതാക്കുവാൻ അതിനുവേണ്ടി ഒരുങ്ങും. അവർ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് അവർ ജീവിക്കും. ഉലൈകൽ അഖിയാസ്, അവരാകുന്നു ബുദ്ധിയുള്ള ആളുകൾ. സഹോദരങ്ങളെ, അള്ളാഹു നൽകിയ ആയുസ് ഏറ്റവും നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ആളുകളാണ് ഏറ്റവും നല്ല ബുദ്ധിമാനെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പലപ്പോഴും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും ദുനിയാവിൽ. അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, ഒരു മനുഷ്യൻ രാത്രിയുടെ അന്ധകാരത്തിൽ നിന്ന് യാത്ര ചെയ്യുന്നൊരു വ്യക്തി അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവനെന്ത് ചെയ്യും? രാത്രിയുടെ തുടക്കത്തിൽ തന്നെ അവൻ യാത്ര ചെയ്യും. മൻ ഖാഫ അദ്ലജ വമൻ അദ്ലജ ഫഖദ് ബലഗൽ മൻസിൽ. അങ്ങനെ എന്ത് ചെയ്യും? രാത്രി നേരത്തെ അവൻ യാത്ര ചെയ്തിട്ട് എന്ത് ചെയ്യും? എത്രയും പെട്ട് അവൻ വീട്ടിലേക്ക് ചേക്കേറും. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെടുന്ന ആളുകൾ അതിനുള്ള രക്ഷാമാർഗങ്ങൾ അവലംബിക്കണമെന്ന് ഈ ഹദീസിലൂടെ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. ആ ഹദീസിൽ തന്നെ കാണാം, അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ, അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ. അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, നിങ്ങൾ അറിയണം, അള്ളാഹുവിൻ്റെ ചരക്ക്, അള്ളാഹുവിൻ്റെ വിഭവം എന്ന് പറയുന്നത് അത് അങ്ങേയറ്റം വലുതാണ്, ഉന്നതമാണ്, മഹത്തരമാണ്. അലാ ഇന്ന സിൽഅത്തല്ലാഹി അൽ ജന്ന, അള്ളാഹുവിൻ്റെ ഉന്നതമായ ആ വിഭവം എന്ന് പറയുന്നത് അത് സ്വർഗമാകുന്നു എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ദുനിയാവിലെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. പലതും നമ്മൾ കാണുമ്പോൾ അത് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നു. ആ നമ്മോടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വിശാലമായ സ്വർഗം മൗദിഉ സൗത്തിൻ ഫിൽ ജന്ന ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ. ആലോചിച്ചു നോക്കൂ, ദുനിയാവിലെ എല്ലാം നേടാൻ വേണ്ടി നെട്ടോട്ടമോടുന്ന നമ്മളോട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സ്വർഗം, ആ സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് വെക്കാനുള്ള ചെറിയൊരു സ്ഥലം ദുനിയാവും അവയിലുള്ളതും ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ ഖൈറാണെന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, ആ ഖൈർ നഷ്ടപ്പെടുത്തി, ആ ഉന്നതമായ സ്വർഗം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിൻ്റെ ലക്ഷ്യമറിയാതെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വളരെ ഗൗരവത്തോടുകൂടി കഴിഞ്ഞുപോയ ദിനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ആ ദിനങ്ങൾ സംഭവിച്ചിട്ടുള്ള നഷ്ടങ്ങൾ വിലയിരുത്തി ഇനിയുള്ള നാളുകൾ അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടിയെടുത്ത് അള്ളാഹുവിൻ്റെ സ്വർഗം കരസ്ഥമാക്കുവാൻ ഉതകുന്ന നിലക്ക് ജീവിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഒരു മനുഷ്യനെ, ഒരു അടിമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാമിയെ വിളിക്കും. എന്നിട്ട് പറയും, ഈ മനുഷ്യനെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് താങ്കളും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുക. മലക്കുകളോട് വിളിച്ചു പറയുമെന്നാണ് ജിബ്രീൽ വന്നുകൊണ്ട്, ഇന്ന മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളും ഇഷ്ടപ്പെടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആകാശലോകത്തുള്ള മലക്കുകളും അള്ളാഹു സുബ്ഹാനഹു വ തആലയും ആ മനുഷ്യനെ ഇഷ്ടപ്പെടുന്നു, ഭൂമിയിൽ അവന് ഖബൂൽ, സ്വീകാര്യത ലഭിക്കുമെന്നാണ്. ആ ഹദീസിൽ തന്നെ കാണാം, ഒരു മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുത്തു കഴിഞ്ഞാൽ, ആലോചിച്ച് നോക്കൂ, അള്ളാഹു നൽകിയ ആയുസ് വേണ്ട നിലക്ക് ഉപയോഗപ്പെടുത്താതെ എല്ലാ മുന്നറിയിപ്പുകളും താക്കീതും നൽകിയിട്ട് അതൊക്കെ വിസ്മരിച്ചുകൊണ്ട് ജീവിച്ച ആളുകൾ, അള്ളാഹുവിൻ്റെ കോപവും അതുപോലെ തന്നെ ദേഷ്യവുമാണ് അവർ സമ്പാദിക്കുന്നതെങ്കിൽ അള്ളാഹു ആ മനുഷ്യനെ ദേഷ്യപ്പെടുകയും അതുപോലെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാമയെ വിളിച്ചുകൊണ്ട് ആ മനുഷ്യനോട് ദേഷ്യപ്പെടുവാൻ ആവശ്യപ്പെടുകയും ആകാശലോകത്തുള്ള മലക്കുകളോട് ജിബ്രീൽ അലൈഹിസ്സലാം അത് പറയുകയും അങ്ങനെ ആകാശലോകത്തുള്ള മലക്കുകളും അള്ളാഹു സുബ്ഹാനഹു വ തആലയും അവനെ വെറുക്കുമെന്നാണ്. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ദിനങ്ങൾ നമുക്ക് ലഭിച്ചിട്ട് ഈ ഒരു നിമിഷത്തിൽ കഴിഞ്ഞുപോയ കണക്കുകൾ നമ്മൾ നോക്കുമ്പോൾ, ജീവിതത്തിൻ്റെ ആ ലാഭവും നഷ്ടവും നമ്മൾ വിലയിരുത്തുമ്പോൾ ഇതിലേത് വിഭാഗത്തിലാണ് നമ്മൾ പെടുക?
അള്ളാഹുവിൻ്റെ ഇഷ്ടവും പൊരുത്തവും നേടിയെടുക്കാൻ ഉതകുന്ന നിലക്ക് നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചിന്തയാണ് ജീവിതം നാം എന്ത് നേടിയെന്ന വിഷയത്തിൽ വളരെ കുറഞ്ഞ ഈ സമയത്തിൽ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല നിലക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആത്മാർത്ഥമായി പറയാൻ സാധിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ നഷ്ടങ്ങൾ വെളിപ്പെടുത്തുന്ന ദിവസമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെയുള്ള ആ ദിവസത്തിൽ ഏറ്റവും നല്ല ലാഭം കൊഴിയുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. ربنا أجرنا من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مسرف القلوب صرف قلوبنا على طاعتك. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم إنا نسألك الجنة وما قرب إليها من قول وعمل. اللهم إنا نعوذ بك من النار وما قرب إليها من قول وعمل. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على عبدك ورسولك وعلى آله وأصحابه أجمعين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.